ഹായ് എവരിവൺ, നമ്മളിന്നൊരു ചെറിയ ടെറേറിയം സെറ്റപ്പ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? ആദ്യം നമുക്ക് ഇതിനൊരു ബേസ് സെറ്റ് ചെയ്യണം. കാരണം വെള്ളം അധികം നിൽക്കാൻ പാടില്ലല്ലോ നമ്മൾ പ്ലാന്റ്സ് വയ്ക്കുമ്പോൾ ചീനി കൊണ്ടിരിക്കാൻ. അപ്പോൾ അടിയിലൊരു ബേസ് സെറ്റ് ചെയ്യണം ആദ്യം. നമ്മൾ ജംഗിൾ ബേസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് ഇത് തന്നെ യൂസ് ചെയ്യാൻ നിർബന്ധമില്ല. നമുക്ക് വെള്ളം താഴെ പോയി നിൽക്കാൻ, സോയിലിൽ നിൽക്കാതിരിക്കാൻ എന്ത് മെറ്റീരിയൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് മാത്രം. പിന്നെ സോയിലും ഇത് മിക്സ് ആവാണ്ടിരിക്കാൻ ഒരു നെറ്റ് അല്ലെങ്കിൽ മെഷ് നമുക്കിടാം. ബേസും മെഷും വെച്ചതിന് ശേഷം നമുക്കിനി സോയിൽ ആഡ് ചെയ്യാം. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ലെയർ ഉണ്ടാക്കാം. നമുക്കിപ്പോൾ ഒരു സൈഡ് പൊക്കി ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ഒറ്റ ലെവലിൽ മതിയെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. നമുക്ക് കാണാൻ ഭംഗിക്ക് വേണ്ടി നമ്മൾ ഒരു സൈഡ് ചരിച്ചുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിരിക്കും. കാണുന്നുണ്ട് നമ്മളിങ്ങനെ ഈ ഒരു ലെയറാണ് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. കാരണം ബാക്കിൽ കുറച്ച് ഹയർ ആയിട്ട്, അപ്പോൾ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കിനി ഇതിനകത്ത് ഒരു ഡിസൈനിന് വേണ്ടി കുറച്ച് സ്റ്റോൺസ് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇതിനകത്ത് ഒരു സ്റ്റെയർ കേസ് പോലെ സ്റ്റോൺ വെച്ചിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ, ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ തൽക്കാലം ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയതേ ഉള്ളൂ. നമുക്കിതിനകത്ത് ഇനി പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാം. കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ആദ്യം ഇതിനകത്ത് കുറച്ച് മോസൊക്കെ സെറ്റ് ചെയ്യാം. ഒരു കാർപ്പറ്റ് ലെയർ പോലെ. ഈ മോസ് വാങ്ങിയതാണോ? നമുക്ക് വേണമെങ്കിൽ വാങ്ങാനും പറ്റും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ മധുരമിലോ ഒക്കെ മഴക്കാലത്ത് ഉണ്ടാവുന്ന ഫംഗസും നമുക്ക് ഫംഗസ് അല്ല പായൽ പോലെ ഉണ്ടാവുന്നതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതെ, ഇതൊരു ബെഡ് പോലെ നമുക്ക് ഏറ്റവും താഴത്തൊരു ലെയർ
ഫ്രണ്ടില് അത്രയും ഹൈറ്റും കാര്യമൊന്നും ഇല്ലാത്ത അതായത് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഒരു ലോൺ പോലെ. ലോൺ പോലെ. ഓക്കെ. ഇതങ്ങനെ ഫുൾ എല്ലായിടത്തും വെക്കാന്നില്ല, കാരണം ഇതെല്ലാം ഇനിയും തന്നെത്താൻ സ്പ്രെഡ് ആയിക്കോളും. നമുക്ക് ചെറിയൊരു കവറേജ് കിട്ടുന്ന പോലെ വെച്ച് കൊടുത്താൽ മതി തൽക്കാലം. നമ്മൾ സ്റ്റെയർ കേസിൽ പൂപ്പിൽ പിടിക്കും. സ്റ്റെയർ കേസിലും പൂപ്പിലൊക്കെ വരാം, അത് നാച്ചുറൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെ തന്നെത്താൻ ആയിക്കോളും. നമ്മളൊരു എക്കോസിസ്റ്റം പോലെയാണല്ലോ ഉണ്ടാക്കുന്നത്, അതിന് തുറക്കില്ല, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ തന്നെത്താൻ അതിനകത്ത് എങ്ങനെ വളരുന്നു. ഓക്കേ. വെള്ളം ഓവറായി സ്പ്രേ ചെയ്തത് ഇതിപ്പോൾ തൽക്കാലം എല്ലാം ഒന്ന് വെറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈമിൽ സ്പ്രേ ചെയ്ത് കൊടുത്താണ്. ഓക്കെ, നമുക്കിനി കുറച്ച് മോശമല്ലാതെ കുറച്ച് വലിയ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. ഇതൊന്നും അങ്ങനെ വലുതാവുന്ന ടൈപ്പ് പ്ലാന്റ്സ് അല്ല, നമ്മളിത് ക്ലോസ്ഡ് ആയതുകൊണ്ട് അവർ ആ ഒരു ഇതിൽ സെറ്റ് ആയി തന്നുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ആർക്കെങ്കിലും പ്ലാന്റ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ക്യാപ്ഷനിൽ മെൻഷൻ ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലും DM ചെയ്താലും മതി. കൈ ജസ്റ്റ് ഒന്ന് മാറ്റിക്കോ. ആക്ച്വലി റെഡ് പ്ലാന്റ് നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വലുതാവോ? ഇവര് കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ സെറ്റായി വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവർ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയതുകൊണ്ട് അങ്ങനെ ഓവർ ഗ്രോത്ത് വരാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, ഇത് നമ്മൾ അക്വേറിയത്തിലും വെക്കാൻ പറ്റുന്ന അനോബിസ് പ്ലാന്റ്സ് ആണ്. നമുക്ക് ഇതും വെച്ച് കൊടുക്കാം, ടെററിയത്തിലും ഇവർ വളരും. സ്റ്റെയർ കേസിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ജസ്റ്റ് മണ്ണിൽ തട്ടിയാൽ മതി. ഇതിലേക്ക് വുഡിലും സ്റ്റോണിലൊക്കെ വളരുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, അവർ റൂട്ട് പിടിച്ചോളും. ഇത് ട്രിപ്പാട്ടിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. നമുക്കിത് ശരിക്കും അഗെയിൻ എക്വേറിയത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ്. അങ്ങനെ അവർ പിടിച്ച് കയറി വന്നോളൂ. നമ്മൾ മണ്ണിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ച് കഴിയുമ്പോൾ ഏരിയയിലൊക്കെ കവറായി വന്നോളൂ. ചെറിയ ചെറിയ പീസസേ വിൽക്കുന്നുള്ളൂ, കാരണം ഇവർ എത്രമാത്രം ഗ്രോ ആവും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് ഇപ്പോൾ പറയാൻ പറ്റില്ല. നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ പ്ലാന്റ്സ് ബാക്ക്ഗ്രൗണ്ട് വാളിൽ അവർക്കിങ്ങനെ പിടിച്ച് കയറാൻ വേണ്ടിയിട്ടാണ് ബാക്കിൽ സെറ്റ് ചെയ്ത് കൊടുത്തത്. ബാക്കിയുള്ള പ്ലാന്റ്സ് ഫ്രണ്ടിലും ഫോർഗ്രൗണ്ടിലും ഇവർ ബാക്ക്ഗ്രൗണ്ടിൽ സ്പ്രെഡായി വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ലേറ്റർ ഒരു കേർട്ടൺ പോലെ.
2 പ്ലാന്റും കൂടെ വെച്ച് കൊടുക്കുകയാണ് ഈ സൈഡിൽ ഇവിടെയും. ഇത് മണ്ണിൽ ഇറക്കി വെച്ചോ? ഇറക്കി വെച്ചല്ലേ? ഇതൊക്കെ മണ്ണിൽ ഇറക്കി വെക്കുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ്. ഇതൊരു ഫില്ലിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ബാക്ക് സൈഡിൽ ഇത് തരിയും കൂടെ വെച്ച് കൊടുക്കാൻ വേണമെങ്കിൽ, പക്ഷെ ഇതിപ്പോൾ കുഴപ്പമില്ല, അത്ര മതി. ജസ്റ്റ് തിരിച്ച് ഫ്രണ്ട് വ്യൂ. ചെറിയ പീസും കൂടെ ട്രിപ്പാർട്ട് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ അക്വേറിയത്തിൽ യൂസ് ചെയ്ത് തന്നെയാണോ? അക്വേറിയത്തിൽ യൂസ് ചെയ്യാം, ഞാൻ ഇവിടെ വെക്കാറുണ്ട്. ഇത് നന്നായിട്ട് ഗ്രോ ആയി വരും. അപ്പോൾ ബാക്കിൽ കാണാനൊരു രസമുണ്ടായിരിക്കും, ഗ്രീനറി ബാക്കിലും കൂടെ വരുമ്പോൾ. കുറേ ചെടികളുണ്ടല്ലേ? ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് പ്ലാന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് സ്പ്രിംഗ് ടെയിൽസിന് ഇട്ട് കൊടുക്കാം. അവരിതിൻ്റെ ആ ഒരു പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസെക്ട്സ് ആണ്. എന്താണ് ഇൻസെക്ട്സ് ആണ്? ഓക്കെ. അവർ നമ്മുടെ ഡീകേ ചെയ്യുന്ന മെറ്റീരിയലിനൊക്കെ പ്രോസസ്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന. അപ്പോൾ ഒരു എക്കോസിസ്റ്റം കംപ്ലീറ്റ് ആവണമെങ്കിൽ അവരോട് ഉണ്ടെങ്കിലാണ് ബെറ്റർ. Why are you so serious? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് സ്പ്രിംഗ് ടെയിൽസിനെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ത് ചെയ്യാം. അതൊക്കെ നമുക്ക് ജസ്റ്റ് കുറച്ച് ഞാൻ ക്ലോസപ്പ് ഷോട്ട്സിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്നുള്ളത്. ഇതിനകത്ത് കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കണം. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ സ്പ്രേ ചെയ്ത വെള്ളം മാത്രമേ ഉള്ളൂ. കുറച്ച് വെള്ളം നിന്നാലേ നമുക്ക് അത് വീണ്ടും ആ സൈക്ലിംഗ് പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഫുൾ ഡ്രൈ ആയിട്ട് ഇടാൻ പാടില്ല. പ്രകാശ സംശ്ലേഷണം നടക്കും. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും. സ്പ്രിംഗ് ടെയിൽസ് ഇതിനെങ്ങനെ എടുത്തിടാ? ശരിക്കും പറഞ്ഞാൽ ഇവരെ കോളൊക്കെ വെക്കില്ലേ? എന്ത് വെക്കില്ലേ? ചാർക്കോളിന്റെ പീസ് ഉണ്ടെങ്കിൽ ഓക്കെ, അത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ കയറിയിരിക്കും. നമ്മളിപ്പോൾ കുറച്ച് നമ്മുടെ സ്പ്രിംഗ് ടെയിൽസ് ഉള്ളതാണ്. ഇതിനകത്ത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം വൈറ്റ് കളറിലുള്ളത് അവരാണ് സ്പ്രിംഗ് ടെയിൽസ്. കുറേ വേണമെന്നില്ല, അത് കുറച്ചിട്ടാൽ തന്നെ അവർ പിന്നെ തന്നെത്താൻ ഉണ്ടായിക്കോളും. ഇത് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കേടായ മരത്തിന്റെ പീസിന്റെ അടിയിലോ എന്തെങ്കിലും ഡീക്കേ ചെയ്യുന്നിടത്തൊക്കെ ഇവരുണ്ടാവും. ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആഡ് ചെയ്ത് കൊടുക്കുക. മണ്ണൊന്നും വേണമെന്നില്ല. ഇപ്പം ഇതിൽ ചാർക്കോൾ പീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവർ ഡയറക്റ്റ് ഈ മണ്ണടക്കം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. അവരതെന്തായാലും പിന്നെ സ്പ്രെഡായി പൊക്കോളും എല്ലായിടത്തേക്കും. നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. കുറച്ച് സോയിലും അതിനകത്ത് കുറച്ച് ഡീക്ക് ചെയ്യാൻ എന്തെങ്കിലും ലീവ്സോ ബനാന പീൽ അങ്ങനത്തെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ പഴകിയ പച്ചക്കറി കമ്പോസ്റ്റ് കുറേ വേസ്റ്റ് അല്ല, കുറേശ്ശെ കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെത്താൻ മൾട്ടിപ്ലൈ ചെയ്തോളും. നമ്മളിനി നമുക്ക് വേറെ ടെററിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. ഇവര് ഫുൾ ടൈം അടച്ചു വെക്കുന്നത് ഡെയിലി ഒന്ന് ജസ്റ്റ് തുറന്നു കുറച്ച് ലൈറ്റും ഓക്സിജൻ ഒക്കെ കിട്ടാൻ വേണ്ടിട്ട്. അത് കഴിഞ്ഞാൽ അടച്ചു വെച്ചാലും കുഴപ്പമില്ല, അതിലോട്ട് ഇരുന്നോളും. കുഴപ്പമില്ല, അതിനകത്തെല്ലാം സൈക്ലിംഗ് നടന്നോളും. ഒന്നുമില്ലല്ലോ, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. പ്ലാന്റ്സും എല്ലാം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല.
ഇനി കുറച്ച് വെള്ളം. ആക്ച്വലി വെള്ളം ഒഴിക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. സ്പ്രേ ചെയ്യണോ? അങ്ങനെയല്ല, നല്ല രസമുണ്ട് കാണാൻ. ആവശ്യമുണ്ടെങ്കിൽ സ്പ്രേ ചെയ്ത് മതി. എടുത്ത വീഡിയോ ഇത് ക്ലോസപ്പ് എടുത്തോട്ട് വേണമെങ്കിൽ ശരി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടെറത്തിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. തൽക്കാലം ഇത് മതി. നമുക്കിനി കുറച്ച് ദിവസം നോക്കിയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടോ എങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചേഞ്ചസ്, എന്തെങ്കിലും വെള്ളം കൂടുതൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇങ്ങനെ പിന്നെ ഇവാപ്രേഷൻ്റെ ഡ്യൂസൊക്കെ വരും, അത് പ്രശ്നമില്ല. നമുക്ക് ഇടയ്ക്കൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവർക്കൊന്നും പറ്റുമൊന്നുമില്ല. ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് എല്ലാം ക്ലിയറായി കാണില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ക്ലീൻ ചെയ്യാം. ഇത് അഗൈൻ വാക്യൂം സീലുള്ള ലിഡാണ്. നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഒരു സിമ്പിൾ ടെററിയാണ്. നമുക്ക് പല ടൈപ്പ് പ്ലാന്റ്സ് ഇനിയും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് വെച്ച് ഉണ്ടാക്കിയതാണ്. ഇതിന് സെറ്റായിട്ട് വേണമെങ്കിൽ നമ്മൾ ലേറ്റർ ഓൺ ഇതിൻ്റെ ഫോളോ അപ്പ് വീഡിയോ നമുക്ക് വേണമെങ്കിൽ ഇടാം. പിന്നെ ലൈറ്റ് വേണമല്ലേ? ആ, ഇതിന് ഒരു പ്രോപ്പർ ലൈറ്റ് വേണം. കാരണം നമ്മൾ സൺലൈറ്റ് വെക്കുന്നില്ലെങ്കിൽ വീടിനകത്ത് മാത്രമാണെങ്കിൽ ഗ്രോ ലൈറ്റ് വെച്ച് കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക്സ് വേണമെങ്കിൽ ഞങ്ങൾ ആഡ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ. അല്ലെങ്കിൽ നമ്മൾ വിൻഡോയുടെ സൈഡിലൊക്കെ വെച്ചാൽ മതി. വിൻഡോയുടെ സൈഡിൽ സൺലൈറ്റ് കിട്ടുന്നിടത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം ഫുൾ ടൈം സൺലൈറ്റ് വേണമെന്നില്ല. നമ്മൾ നോർമൽ അതെ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ നാച്ചുറൽ സൺലൈറ്റ്, മറ്റേ ലൈറ്റ് ആണെങ്കിലും ഒരു 6 to 8 hours മാക്സിമം ലൈറ്റിംഗ് കൊടുത്താൽ മതി, നമുക്ക് നാച്ചുറലി സംഭവിക്കുന്ന പോലെ. എന്തോരം കഴിവുകളായി നോക്കി. ഇത് ഫെർട്ടിലൈസറാണ്. നമുക്കിത് കുറച്ച് ഒരു തൽക്കാലത്ത് മതി. ഇൻ കേസ് നമുക്ക് നോക്കിയിട്ട് അഗൈൻ ഇൻ ഫ്യൂച്ചർ ആഡ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇതാണ് ഫ്രണ്ട് വ്യൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ DM ചെയ്താൽ മതി, നമ്മൾ റെസ്പോണ്ട് ചെയ്യാം. പ്ലാന്റ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ സോയിൽ യൂസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ DM ചെയ്താൽ മതി. ബൈ ബൈ.